നമസ്കാരം, അവിയൽ ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള തൃപ്പാളൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാലക്കാട് വന്നിട്ട് ആലത്തൂരുള്ള ഹിന്ദുസ്ഥാൻ പൈറോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ശാഖയിൽ നമ്മൾ വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ധാരാളം കസ്റ്റമേഴ്സ് അവിടെ പോയിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്രാക്കേഴ്സിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചാണെങ്കിലും അവിടുത്തെ റേറ്റിനെ കുറിച്ചാണെങ്കിലും കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ കുറേ പേര് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അവർ പുതുതായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ആലത്തൂർ തന്നെയുള്ള തൃപ്പാളൂർ അവർ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ധാരാളം ക്രാക്കേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ ധാരാളം ബ്രാൻഡ്സും ഇവർ ഇക്കൊല്ലം ഇവിടെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പുതിയ ഷോപ്പിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും? നമ്മൾ ഹാദിൻ ഫിറക്സിന്റെ ആദ്യത്തെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേ സർവീസ് റോഡിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പുതിയ ബ്രാഞ്ച് വരുന്നത് കുരുവിളൻ ജംഗ്ഷനിൽ തന്നെ, നമ്മൾ സർവീസ് റോഡിൽ നിന്ന് തന്നെ അടുത്ത് തന്നെ നമുക്ക് ആലത്തൂർ ടു കൊടുവായൂർ മെയിൻ സ്റ്റേറ്റ് ഹൈവേ റോഡാണ്. എന്നാൽ നമുക്ക് അടുത്ത് തന്നെ സർവീസ് റോഡാണുള്ളത്. തൃപ്പാളൂർ എന്നാണോ? തൃപ്പാളൂർ. അതെ. ഇത് കാരണം മെയിൻ നമ്മൾ ആലത്തൂർ നമ്മള് ഈ പൊള്ളാച്ചിക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡാണ്. നമ്മളെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ പുതിയൊരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ ഇപ്പം 6ഓളം ബ്രാഞ്ചസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ എന്തൊക്കെ കസ്റ്റമേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം? അത് നമുക്ക് ഈ വർഷം നമ്മൾ ഒരുപാട് കമ്പനി, പുതുതായിട്ടുള്ള ഒരുപാട് കമ്പനി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മോർ വെറൈറ്റീസ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പാർക്ലേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 11-12 കമ്പനി നമ്മൾ ഈ വർഷം നമ്മൾ ഡീൽ ചെയ്ത് നല്ല ഐറ്റം നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റണ്ണിങ് ഐറ്റം മുതൽ നമുക്ക് ഓരോരോ ഐറ്റംസ് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് സ്പാർക്ലേഴ്സിന്റെ സെഗ്മെന്റ് എടുക്കുകയാണ്. ഇപ്പോൾ എത്ര 7 CM മുതൽ 70 CM ഉള്ള സ്പാർക്ലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിന് നമുക്ക് 7 CM ഒക്കെ പറയുകയാണെങ്കിൽ 65 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റീറ്റെയിൽ വിലയ്ക്ക് 65 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ്. ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 11ഓളം ബ്രാൻഡ് സ്പാർക്ലേഴ്സ്. സ്പാർക്ലേഴ്സിലാണ് 11ഓളം ബ്രാൻഡ്. അതെ. അത് എല്ലാം റീറ്റെയിൽ ഉണ്ടാവും അല്ലെ? ഹോൾസെയിൽ? ഓക്കെ. ഇപ്പൊ പറഞ്ഞ 65 രൂപ എന്ന് പറയുന്നത് ഹോൾസെയിൽ ആണോ അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ്? ഈ കാണുന്ന അധികം യുവരാജിന്റെ ആണ് അല്ലേ? നമ്മളിപ്പോ ഡിസ്പ്ലേക്ക് നമുക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനിയിപ്പം നമുക്ക് ഫ്ലവർ പോട്ട് കാണുന്നത്, ഫ്ലവർ പോട്ട് ഇവിടെ ഇതൊക്കെ അജന്തയുടെ വെറൈറ്റീസ്. അതെല്ലാം ഫൗണ്ടൈൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അജന്തന്റെ സ്പാർക്ലേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളത് നമുക്ക് അടുത്തന്നെ വേറെ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് പിന്നെ അതിലും വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് വെറൈറ്റി ആയി തിരഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് 300 മീറ്റർ ചുറ്റളവിലാണ് ഈ 2 ഷോപ്പ് നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് 1/2 കിലോമീറ്റർ മാറി നമ്മൾ ഗോഡൌൺ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ ബ്രാൻഡ് ഓരോടായിട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. മറ്റുള്ള സ്ഥലങ്ങളും കൂടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് നമ്മളെ ഗോഡൌണിലുണ്ട്, അവർക്ക് എടുത്ത് കൊടുക്കുക ചെയ്തത്. ഓക്കെ. അപ്പം നമുക്കിപ്പം ഫൗണ്ടൻ സീരീസിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ബ്രാൻഡ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? നമ്മളൊരു 8-9 ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അജന്ത ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യുവരാജിന്റെ ചെയ്യുന്നുണ്ട്, ശ്രീ സായി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ, പിന്നെ മെർക്കുറിയിലെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, സുപ്രീം ചെയ്യുന്നുണ്ട്. അങ്ങനെ 8-9 ബ്രാൻഡുകൾ. മെർക്കുറി ഒക്കെ നമ്മൾ അധികം പുറം സ്റ്റേറ്റിലേക്ക് പോകുന്ന നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കൂടുതൽ പോകുന്ന ബ്രാൻഡ്സ് ആണല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പം സെഗ്മെന്റ് അത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം അത് എത്ര വരും? ഇപ്പം ഈവൻ ഒരു സ്മോൾ ആണെങ്കിൽ ഫ്ലവർ പോട്ട് സ്മോൾ അല്ലെങ്കിൽ 40 രൂപ സ്റ്റാർട്ടിംഗ്. 40 രൂപ മുതൽ പെർ ബോക്സ് നമ്മൾ സ്റ്റാർട്ടിംഗ്. അപ്പോൾ ഇത് അജന്ത ഐറ്റംസ്. പിന്നെ ഈ കാണുന്നത് സ്പെക്ട്രം അല്ലേ? ഇതൊക്കെ 5 പീസ് വരുന്നത് ഡീലക്സ് സൈസിലേക്ക്. ഇത് ഇതിൽ ചൈനീസ് വെറൈറ്റീസ്. ഓക്കെ. മാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓസ്ട്രേലിയ ക്രാക്ലിംഗ് ഫൗണ്ടൻ ആണ്. ആണ് വരുന്നത്. ഇംഗ്ലീഷ് സ്റ്റാർ. ഓ ഇതൊക്കെ നല്ല അടിപൊളി UV പാക്കിങ്ങിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ 2.5 ഇഞ്ച്. ഓക്കെ. ഇത് 4 അടി. 2.5 അടി. 4 അടി. ഓക്കെ. മെയിനായിട്ട് യുവരാജ് ആണോ ഈ ഒരു കേസിൽ? അല്ല, നമ്മൾ വേറെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രീ സായിയുടെ ചെയ്യുന്നുണ്ട്, ദീപത്തിന്റെ ചെയ്യുന്നുണ്ട്, വേറെ 1-2 ലോക്കൽ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. പ്രൈസ് റേഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് ഓരോന്ന് 30 രൂപ സ്റ്റാർട്ടിങ് നമുക്ക് ഹോൾസെയിലിൽ ഉണ്ട്. ബ്രാൻഡ് ഐറ്റംസ് ലോക്കൽ ആണെങ്കിൽ അതിന് കുറഞ്ഞതുണ്ട്. ഓക്കെ. ഇതും യുവരാജിന്റെ ജിൽ. ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അല്ലേ? ഒരു ബോക്സിൽ 10 വരുന്നത്. അതെ. നെക്സ്റ്റ് നമ്മൾ ഫ്ലവർ പോട്ട് റേഞ്ചിലേക്കാണ് പോകുന്നത്. നമുക്ക് സ്മോൾ തുടങ്ങി നമുക്ക് സൂപ്പർ ഡിലക്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ഒരു 6-7 കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ വെക്കാനുള്ള ബുദ്ധിമുട്ടും നമുക്ക് നമ്മളിപ്പോൾ മെയിനായിട്ട് യുവരാജാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്.
ആയിട്ട് നമ്മൾ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മളുണ്ട്. ഹോൾസെയിൽ സെഗ്മെന്റ് ഒക്കെ വേറെ ഐറ്റംസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പം യുവരാജും അജന്ത ഐറ്റം ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അപ്പം ഇതൊക്കെ വ്യത്യാസമുണ്ടോ? വേറെ എന്തെങ്കിലും ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ സൈസിൽ മാത്രമേ? നമുക്ക് മറ്റേ ഡിലക്സ് ആണ്, സൂപ്പർ ഡിലക്സ് ആണ് വരുന്നത്. ഇതും അതന്നെ ഐറ്റംസ് വരുന്നത്. പാക്കിംഗ് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്, ക്വാളിറ്റി നല്ല രീതിയിലുള്ള സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള പാക്കിംഗ് ഒക്കെ വരുമ്പോൾ അധികം ഈർപ്പൊന്നും അകത്തേക്ക് പോകാൻ സാധ്യത. ഇത് നോർമൽ കളർ കോട്ടി. ഇതും ഫ്ലവർ പോട്ടാണ്. അതെ, ഡിലക്സ് ഐറ്റം, ഡിലക്സ് വരുന്നത് 10 പീസ് ഡിലക്സ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പം, നല്ല വലുപ്പം. ഡിലക്സ് റേഞ്ചിൽ നല്ല ടൈമിംഗ് ഉണ്ട്. നെക്സ്റ്റ് ഇപ്പം പോവാണെങ്കിൽ ഇത് വേറെ ബ്രാൻഡ് ഹോൾസെയിൽ സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം. കോട്ടിയുടെ റേഞ്ച് വരുന്നതാണ്. നമുക്ക് ബ്രാൻഡ്സ് വരുമ്പം മേ ബി ഇപ്പം ഒരു മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കത്തിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്, എല്ലാം വാങ്ങുന്നത്. നമ്മൾ ഹോൾസെയിൽ സെഗ്മെന്റിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് അതെല്ലാം. ന്യൂ എവറസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല ഓം ശക്തി, ജോക്കർ ചെയ്യുന്നുണ്ട്, ക്യൂൺ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ സെഗ്മെന്റിലേക്ക് നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അജന്തയുണ്ട്, യുവരാജ് ഉണ്ട്, നമ്മുടെ സുപ്രീം മെർക്കുറി ചെയ്യുന്നുണ്ട്. ഇതപ്പോ അത് ഗോവിന്ദ ഓഫീസും സാധാ സൂപ്പർ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള പാക്കിംഗ്, നല്ല പാക്കിംഗ് ആണ്. ടൈമിംഗും ഉണ്ട്. നമ്മളൊരു 4-5 വർഷമായി ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് നമുക്കൊരു 110 രൂപ റേഞ്ച്, 100 രൂപ 110 രൂപ റേഞ്ച്. സൂപ്പർ ഡീലക്സ് വെറൈറ്റി ചക്രങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ബിഗ് മുതലുണ്ട്, ബിഗ് സ്പെഷ്യലി അശോകയുണ്ട്, ഡീലക്സ് ഉണ്ട്. പിന്നെ അത് പ്ലാസ്റ്റിക് ബേസ് നമ്മുടെ അവൈലബിൾ ആണ്. പൊതുവേ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബേസിലുള്ളാകുമ്പോൾ ഇപ്പം അതാണ് കസ്റ്റമേഴ്സ് കൂടുതലായി പ്രിഫർ ചെയ്യുന്നത്. ജെന്നീസ് ബ്രാൻഡാണ്. ശ്രീകൃഷ്ണന്റെ മെഗാ സ്പിന്നറാണ്. ടിംഗ്ലി സ്റ്റാർ വരുന്ന ഒരു ബോക്സാണ്. നല്ല വലിപ്പവും സൈസും. അപ്പൊ ഇത് ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ടിംഗ്ലിംഗ് സ്റ്റാർ അടക്കം. അതെ. ഇത് സൂപ്പർ ഡീലക്സിനെക്കാട്ടിലും സൈസ് ഉണ്ടാവുമോ? നല്ല ടൈമിംഗ് ഉണ്ടാവും. ഇതിപ്പോ ഏകദേശം നമുക്ക് എത്ര? 150 ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. ആ റേഞ്ചിലേക്ക് ഇത്രയും വലിയ സ്പാർക്ക്ലേഴ്സ് അത്യാവശ്യം നല്ല ടൈമിംഗ് ഉണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിംഗ്. നമുക്ക് ചക്രം സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം നമുക്ക് സ്പെഷ്യലൊക്കെ ആണെങ്കിൽ 30 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 35 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ബോംബിന്റെ സെഗ്മെന്റ് അല്ലേ? ലിറ്റിൽ ബോംബ്, അഗ്നി ബോംബ്, ഹൈഡ്രോ ബോംബ്, സിക് ബോംബ്, നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ റൈഡർ ബോംബ്, ഇതെല്ലാം നല്ല അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഐറ്റമാണ്. PPK ഉണ്ട്. ഡിജിറ്റൽ അഗ്നി ബോംബ് നമ്മളുണ്ട്. അഗ്നി ഡിജിറ്റൽ, പിന്നെ മെഗാ കിങ് റൈഡർ അല്ലേ? PPK അത്യാവശ്യം നല്ല ലീഡിങ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ചെയ്യുന്നത് നമ്മൾ ആദ്യം വന്ന കമ്പനി രണ്ടും അഗ്നിയും അത് തന്നെയാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് ബോംബ്സ് ഒക്കെ നമുക്ക് ഏകദേശം ബോംബ്സ് നമുക്ക് 250 നമ്മൾ കൊടുക്കുന്നുണ്ട് റേഞ്ചിൽ. അഗ്നിയൊക്കെ ആണെങ്കിൽ 200 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് 7 സെഗ്മെന്റിലേക്ക്. അതെ. ഇത് ക്ലാസിക് ബോംബിന്റെ റേഞ്ച് ഒരു 150, 140, 130. ഇത് ഡീറ്റെയിൽ ബോംബിലെ വേറെ കമ്പനിയാണ്. സിലിണ്ടർ ടൈപ്പ് ആണെന്ന്. നമുക്ക് ഹൈഡ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഹൈഡ്രോ നമുക്ക് 60 രൂപ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിലെ ഹെലികോപ്റ്റർ ആണ് വരുന്നത്. ഹെലികോപ്റ്റർ യുവരാജിന്റെ ആണ് വരുന്നത്. നമുക്ക് ബ്ലൂ സ്റ്റാറിന്റെ നമ്മളിലുണ്ട്. യുവരാജ് ഇപ്പം നോർമലി ഞാൻ ഇപ്പം എല്ലാം കണ്ടപ്പോൾ എല്ലാം കൊടുക്കാം, നമുക്ക് സേഫ്റ്റി ആയിട്ട് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് പെർഫോമൻസിലൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. ഈർപ്പം തീരാത്തേക്ക് ഫോട്ടോ ഫ്ലാഷ്. ഇത് വെറൈറ്റി ആണല്ലോ. പാക്കിംഗ് ഒക്കെ നല്ല നല്ല പാക്കിംഗ് ആണ്. നമുക്കിപ്പോൾ ഡ്രോണ്, ഹെലികോപ്റ്റർ ഒക്കെ ഏകദേശം 140, 160 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് റേറ്റ് കുറഞ്ഞ റേറ്റുള്ളതുണ്ട്. നമ്മൾ ബ്രാൻഡ് എന്ന രീതിയിൽ വെക്കുന്ന സംഭവമാണ്. നെക്സ്റ്റ് നമ്മുടെ ഫാൻസി ഐറ്റംസ് വരുന്ന ഷവേഴ്സ് ആണ്. ഇതെല്ലാം നമുക്ക് 3 പീസ് വരുന്ന ടിഫാനി വരുന്നുണ്ട്. ഡിസ്കോ ഷവർ റേഞ്ചിൽ വരുന്നത് 10 പീസസ് ഉണ്ട്, 5 പീസസ് ഉണ്ട്. അവരുടെ കളർ പോട്ട്സ് ഇതെല്ലാം അതിൻ്റെ ഷവേഴ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതെ 2 ഇഞ്ച് ഉണ്ട്. നമുക്ക് 4 ഇഞ്ചിൻ്റെ എല്ലാം ഉണ്ട് ഫൗണ്ടൻസ് ഉണ്ട്. ഇതിപ്പോൾ അതിൻ്റെ 8 ഇഞ്ച് റേഞ്ചിൽ. അതെ, ഇതിൻ്റെ 4ഓളം വെറൈറ്റീസ്.
നാലോളം യൂണിറ്റ്സ് ഉണ്ട്. ഒരു കമ്പനിയിൽ തന്നെ ഇനി വേറെ ഐറ്റംസ് വേറെ കമ്പനിയുടെ സാധനങ്ങളുണ്ട് നമ്മുടെ ഫൗണ്ടൈൻസിൽ വേറെ. ഇവിടെ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചാൽ മെയിനായിട്ട് യുവരാജാണ് ഈ ബ്രാഞ്ചിൽ നമ്മൾ മെയിനായിട്ട് അത് ചെയ്യുന്നത്. നമ്മുടെ ചിപ്പുട്ട് ചെറുത് മുതൽ നവരങ്ങൻ്റെ ഉണ്ട്, ടിപ് ടോപ്പ് മാഗ്മയുടെ ഉണ്ട് ടോപ്പ്. നമുക്ക് കിറ്റ്കാറ്റൊക്കെ പാക്ക് നമുക്ക് 30 റുപ്പീസ് പാക്കറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇതിപ്പം എല്ലാത്തിനും തമ്മിൽ ടൈമിങ്ങിൻ്റെ വ്യത്യാസം. ഇനിയിപ്പോൾ നമുക്ക് പെൻഡ അല്ലേ, പെൻഡ് ഐറ്റംസ് 3 ബ്രാൻഡ്സ്. മെർക്കുറിയുടെ ഉണ്ട് നമ്മളുണ്ട്, മെർക്കുറി ഉണ്ട്, ബ്ലൂ സ്റ്റാറിന് ഉണ്ട്, പാൻഡ കളക്ഷൻസ് നമ്മളുണ്ട്. ഓക്കെ 5 വെറൈറ്റീസ് ആണ് ഇതിലാണ് പെൻഡിൽ മൊത്തം. അപ്പം അത് കൂടാതെയാണ് ഇതിൻ്റെ വേറെ 5 പീസ്. ഇതും പെൻഡാണോ? ഇത് പെൻഡാണ്, പെൻഡയുടെ ചെറിയ ടൈപ്പാണ് ഇത്. ഓക്കെ ഇത് നമ്മൾ 2 ടൈപ്പ് പെൻഡ യുവരാജിൽ. അതെ 2 പീസ് സിംഗിൾ കളർ. ഓക്കെ. അപ്പോൾ ഇതിലും മൾട്ടി കളറാണ് അല്ലേ? അതെ മൾട്ടി കളർ 5 കളറാണ്. ഓക്കെ. ഇതിലും അതുപോലെ തന്നെ. ട്യൂബിന്റെ സൈസിന് വ്യത്യാസമുണ്ട്. ഓക്കെ. ഇത് 3/4 ഇഞ്ച് ഷെല്ലാണ്, ഇത് 1 ഇഞ്ചിൽ വരുന്ന പെൻഡൊക്കെ ഏകദേശം 200 രൂപ 180 മുതലുണ്ട്. 150 മുതൽ. നമ്മളിത് അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സ് ഉണ്ട് പെൻഡിൽ വരുന്നത്. സിംഗിൾ കളർ ഗ്രീൻ മാത്രമേ, ഗ്രീന് സിൽവർ മാത്രമേ വരുന്നത്, റെഡ് വരുന്നുണ്ട് ഇനി. ഓക്കെ. ഓ അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ബോക്സ് വരുന്നുണ്ട്. ഓക്കെ. ശ്രീസായി നമ്മൾ, എനിക്ക് ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ, പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കണ്ടിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ശ്രീസായിൻ്റെ ഡബിൾ ബോൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഷോർട്സ് എല്ലാം നന്നായിരിക്കുന്നുണ്ട്, നല്ല ഐറ്റമാണ്. നല്ല വിരിച്ചുള്ള ഒരു ഐറ്റം. അതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് എയർ ജെല്ല്, അതന്നെ സായിയുടെ എയർ ജെല്ലെല്ലാം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മെർക്കുറി നമ്മൾ ട്രൈ ചെയ്തതാണ്, അത്യാവശ്യം നല്ല വാലാസ് അല്ലേ? അതെ വാലാസ് 28 ചോയ്സ് മുതൽ നമ്മുടെ 1000 വില വരെ നമുക്ക് അവൈലബിൾ ആണ്. 1000 വരെയാണോ അല്ലെ? 10,000 വില വരെ. ടിപിക്ക് അത് നോർമലി ടാപ്ഡ് വിലയാണോ അല്ലെങ്കിൽ ടാപ്ഡ് വിലയാണ്? നോർമൽ വില ഉണ്ട് നമ്മുടെ പിന്നിലുണ്ട്. സിംഗിൾ ഷോട്ട് നമുക്ക് അടുത്ത സിംഗിൾ ഷോട്ടിലേക്ക് കിടക്കാം. നമുക്ക് 1.25 പൈപ്പ് മുതൽ 6 ഇഞ്ച് പൈപ്പ് വരെ നമ്മുടെ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഡബിൾ ബോൾ ട്രിപ്പിൾ ബോൾ എല്ലാം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഇപ്പം മെയിനായിട്ട് ബിഗ് ഉണ്ട്, ബാലാജി ഉണ്ട്, സോണി ഉണ്ട്, INF ഉണ്ട്, ബിഗിൻ്റെ INF ഉണ്ട്, യുവരാജിന്റെ പൈപ്സ് ഉണ്ട്, അജന്ത ഉണ്ട്. കാണുന്നൊക്കെ ഫസ്റ്റ് ഇപ്പം ബിഗിന്റെ. അതെ ബിഗിന്റെ യുവരാജിന്റെ ഓരോ സീരീസിലെ ഇപ്പൊ 3 ഇഞ്ച് സീരീസിൽ വരുന്ന പ്ലാനറ്റേറിയം മോഡൽസ് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ബ്ലൂ സ്റ്റാർ ഉണ്ട്, അജന്തയുടെ ഉണ്ട്, ബിഗ് ഉണ്ട്. അതുപോലെ തന്നെ 5-6 കമ്പനികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്പം ഈ ഷോർട്സ് ഒക്കെ, സിംഗിൾ ഷോർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഏകദേശം എത്ര വരും? നമുക്കിപ്പോൾ 3 ഇഞ്ച് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്കൊരു 250 രൂപ 220 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അതെല്ലാം മുകളിൽ പോയിട്ട് പൊട്ടി വിരിയുന്നത്. എക്കോ ടൈപ്പ് നമ്മുടെ ഉണ്ട്, 3.5-ലും 4-ലും എക്കോ ഉണ്ട്. പ്രൈം പ്ലസ് കൂടാതെ നമ്മളിപ്പോൾ വലിയ 5 ഇഞ്ച് ഷോട്ടിലേക്ക് സോണിയുടെ ഉണ്ട്, ഡബിൾ പീസുകളുണ്ട്, സോണിയുടെ ഉണ്ട്. അവിടെ നമ്മുടെ ബിഗിൻ്റെ 3.5 ഉണ്ട്, പിന്നെ ശ്രീവിജയ് ഉണ്ട്, 4-5 പീസ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ നോക്കിയപ്പോൾ നമുക്ക് ധാരാളം 30 ഷോട്ട്സിൻ്റെ ഒക്കെ തന്നെ നമുക്ക് വെറൈറ്റി 30 ഷോട്ടൊക്കെ നമ്മളുണ്ട്. നമുക്ക് ഇതുപോലത്തെ സ്റ്റോക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മുടെ സ്ഥലപരിമിതി മെയിൻ ഇഷ്യൂ ആണല്ലോ. നമ്മളെ ലൈസൻസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഗോഡൗൺ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇത് അടുത്ത കൗണ്ടറുകൾ 3 ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഏത് വേണമെങ്കിൽ നമുക്ക് എപ്പോൾ പോയി എടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് ഡിസ്പ്ലേ. അതെ മൾട്ടി ഷോട്ട്സ് ആണെങ്കിൽ നമുക്ക് ഇന്ന് 12 ഷോട്ട് മുതൽ 1000 ഷോട്ട് നമുക്ക് അവൈലബിൾ ആണ്. 12 ഷോട്ട്, 30 ഷോട്ട്, 60 ഷോട്ട്, 120, 240, 500 ഷോട്ട്, 1000 ഷോട്ട് നമുക്കുണ്ട്. അതും വിവിധതരം കമ്പനികളുണ്ട്, 8-9 കമ്പനികൾ അതും ഉണ്ട്. ഒരേ കമ്പനി സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. സെറ്റ് ഔട്ടുകളുണ്ട് നമ്മളത്. 1.25 സെറ്റ് ഔട്ട്, 2 ഇഞ്ച് സെറ്റ് ഔട്ട്, 2.5 ഇഞ്ച്, 3, 3.5 വില നമ്മുടെ സെറ്റ് ഔട്ട് അവൈലബിൾ ആണ്. അത് നമ്മൾ മെയിനായിട്ട് സോണി, INF, ബ്ലൂ സ്റ്റാർ ചെയ്യുന്നുണ്ട്. അതും ഒരു 6ഓളം കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര ഏകദേശം സെറ്റ് ഔട്ട്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെറ്റ് ഔട്ട് നമുക്ക് 4000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 3600 ബ്രാൻഡ്. ഇഞ്ചസും
ഏറ്റവും ലോക്കൽ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ചേ വരുള്ളൂ നമുക്കുള്ളൂ. നമ്മുടെ റോക്കറ്റ് ഐറ്റംസും അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ബേബി റോക്കറ്റും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ഐറ്റത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ ഉദ്ഘാടനം പെരുന്നാൾ കഴിഞ്ഞും തുറക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് ചെയ്തത്. ബാക്കി നമ്മൾ ഐറ്റംസ് എല്ലാം ഡിസ്പ്ലേ വെക്കാൻ നമ്മൾ പോകുന്നേ ഉള്ളൂ. സീസൺ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഈ ഷോപ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് ഈ ഷോപ്പിൽ ഓണർ തന്നെ ആയിട്ടുള്ള തഫീഖ് ബ്രോ ആണ്. ബ്രോ ഒരിക്കൽ കൂടി താങ്ക്സ്. നമ്മൾ കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മളോട് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നത് ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ നമുക്ക് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോഴും ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പാലക്കാട് വന്നിട്ട് വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ അങ്ങനെ വരാനുള്ളൊരു ഇതുണ്ടായ ഒരു ഇപ്പം ഇവരെ ഷോപ്പ് ഉദ്ഘാടനം ഇതുവരെ ശരിക്കും പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവർ എല്ലാം തന്നെ സ്റ്റാക്ക് ചെയ്യുന്ന സാധനം അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചേ ഉള്ളൂ അല്ലേ. അപ്പോൾ പുതിയ ബ്രാഞ്ച് ആയതുകൊണ്ട് എത്തിയിട്ടുള്ള കുറേ സാധനം തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണാനുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുന്ന പ്രോഡക്റ്റ് അതുപോലെ തന്നെ കയറ്റിയതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും അത് നല്ലൊരു വിജയമാവട്ടെ. അപ്പം നിങ്ങളെ സപ്പോർട്ടും കൂടി നിങ്ങൾ ചെയ്യുക. അതുപോലെ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ പൈറോ പാർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലത്തൂർ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് കുറേ പേര് ഇതുപോലെ പറഞ്ഞത്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ് ബ്രോ. അപ്പോൾ നിങ്ങളെ വകയായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അതായത് എന്താ പറയുക വിശ്വാസം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവർക്കും തന്നെ അഡ്വാൻസ് ഹാപ്പി വിഷു പറയുകയാണ്. നമ്മൾ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ സക്സസ്സിൽ ഏറ്റവും നമ്മളെ പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ പിന്നെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മളെ ഗ്രോത്തിലേക്കുള്ള തീർച്ചയായിട്ടും നിങ്ങളെ കയ്യിൽ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിലും ഓലപ്പടകങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നു. നമ്മളിപ്പോൾ കുറേ ഓലപ്പടകങ്ങളും ബാക്കിയുള്ളതൊന്നും കണ്ടിട്ടില്ല. അപ്പം എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആവുമല്ലോ അല്ലേ. ഓക്കെ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ സത്യം പറയാതെ സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ്. അതെ. നമ്മൾ ഇതോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.